റൂമിന്റെ വാടക കൊടുക്കാത്തതുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടി മുതലാളി പറഞ്ഞ ഗുണ്ടേട്ടോ. നിമിഷ നേരങ്ങൾക്ക് കൊണ്ട് തന്നെ ഇവർ രണ്ടും കൂടി ആ ഗുണ്ടനെ പഞ്ചിക്കണ്ട കഴിച്ചിട്ട് പിന്നെ കാണാൻ പറ്റില്ല. ഈ കണ്ടിട്ട് നമ്മളെ റൂം ഇവിടെ ഇരിക്കാൻ സോഫ ഉണ്ട്, എന്റർടൈൻമെന്റായി ക്യാരം ബോർഡ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കളിക്കണമെങ്കിൽ ഇരിക്കണി മാസം 100 രൂപ വാടക കൊടുക്കണം. വാടക കൊടുക്കാത്തവർക്ക് ഇതേമാതിരി പുറത്തുനിന്ന് കസാല ഇരിക്കേണ്ടി വരും. പിന്നെ നോ സ്മോക്കിംഗ്, നോ ബാവ, നോ ഹംസ, അതൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂല. ബോർഡുമുക്ക് ഞാൻ കളിക്കാൻ വന്നപ്പോൾ നമ്മളെ സീനിയേഴ്സിന് കേട്ടോ ബോർഡുമേ. അതുകൊണ്ട് സീനിയേഴ്സിന്റെ ഓരോ നീക്കങ്ങളും ഞാൻ കണ്ടിരുന്ന് മനസ്സിലാക്കി കേട്ടോ. അതുകൊണ്ട് എന്റെ കളി ഒന്ന് മെച്ചപ്പെട്ടുന്നു കേട്ടോ. പിന്നെ ഈ ഇരിക്കേണ്ട ഇവനും ഞാനൊന്ന് വാടക കൊടുക്കാതാണ് ഇരിക്കേണ്ടത്. അത് വേറെ കാര്യം. വാടക കൊടുക്കാത്തതുകൊണ്ട് ഗുണ്ടേ പിടിച്ചിട്ട് പോകുന്നില്ല. പെരിക്ക് അർജന്റായിട്ട് ഒരു തൈരും പാക്കറ്റ് ആണ്, അപ്പോൾ അത് വാങ്ങാൻ പോകട്ടോ. തൈരിന്റെ കൂടെ ഞാൻ വാങ്ങിയ ഈ വേഫർ റോൾ മുട്ടായി ഞാൻ സിഗരറ്റ് കളിക്കുമ്പോൾ ചെയ്തോ ഇമ്മാക്കും അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞോ. ഏതല്ല വൈബ്. മുട്ടായൊക്കെ തിന്നത് മതി, സംബന്ധിക്കാൻ തേങ്ങ അല്ല. അതുകൊണ്ട് രണ്ട് തേങ്ങ കഴിക്കുന്നതാണ് തേങ്ങ ചേരേണ്ട ഇന്നേട്ടങ്ങൾ കണ്ട്. തേങ്ങ ഒക്കെ ചെറുക്കി കഴിഞ്ഞപ്പോൾ ഇമ്മാന്റെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിരുന്നു. അപ്പൊ പിന്നെ കുറച്ച് ചോറും പപ്പടും അച്ചാറും സംബന്ധിയും മോരുകറിയും കുറച്ച് ചിക്കൻ കറിയും കൂട്ടിക്കാണ്ട് അതിവിഭവമായ സമൃദ്ധം ചോറ് അത് സാഹസികമായി കഴിക്കണ ഇന്നേട്ടങ്ങൾ കണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലേ. വണ്ടിന്റെ കൂളന്റിന് ലീക്ക് ഉള്ളത് കൊണ്ട് അത് നന്നാക്കാൻ വേണ്ടി ഇന്നേട്ടന്റെ ഫാദറെ ഏൽപ്പിച്ചത്. ഞാൻ ഇടപെടാൻ മാത്രമുള്ള കംപ്ലൈന്റ് ഒന്നും ഇല്ല, എനിക്ക് അറിയേണ്ടത് കൊണ്ട് തന്നെ ഞാൻ നേരെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ടോ.